പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അടുത്ത മെയ് 4-ാം തീയതി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDF സർക്കാർ അധികാരത്തിൽ വരും എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു ബോധ്യം. പ്രത്യേകിച്ച് എക്സിറ്റ് പോളുകളൊക്കെ വന്നതിന് ശേഷം ആ ബോധ്യം കൂടുതൽ ശക്തിപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അന്തിമ ഫലം അറിയാൻ ഇനി 48 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഈ 48 മണിക്കൂറിനുള്ളിൽ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് LDF-ൽ മത്സരിച്ച മുഴുവൻ മന്ത്രിമാർ മത്സരിച്ചില്ല. കെ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആ മന്ത്രി ഒഴിച്ച് ബാക്കിയുള്ള ഏതാണ്ട് 20 മന്ത്രിമാരും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയുണ്ടായി. ആ മത്സരിച്ചവരിൽ എത്ര മന്ത്രിമാർ ജയിക്കും, ആ മന്ത്രിമാർ ആരൊക്കെ ആയിരിക്കും എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം മന്ത്രിമാരുടെ പേരുകൾ ഞാൻ പെട്ടെന്നൊന്ന് പറയുകയാണ്. MP രാജേഷ്, KN ബാലഗോപാൽ, P രാജീവ്, മുഹമ്മദ് റിയാസ്, വീണ ജോർജ്, R ബിന്ദു, സജി ചെറിയാൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, AK ശശീന്ദ്രൻ, ഗണേഷ് കുമാർ, റോഷി അഗസ്റ്റിൻ, V അബ്ദുറഹ്മാൻ, OR കേളു, പിന്നെ CPIയുടെ ചിഞ്ചുറാണി, K രാജൻ, DRN P പ്രസാദ്. അവരാണ് ഈ മത്സരിച്ചിട്ടുള്ള 20 മന്ത്രിമാർ. ആ 20 മന്ത്രിമാരിൽ മുഴുവൻ പേരും തോക്കും എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഏതാണ്ടൊരു 90% പേരും തോക്കും എന്നാണ് ഞാൻ വിലയിരുത്താൻ പോകുന്നത്. സുഹൃത്തുക്കളെ, അതിൽ ഏറ്റവും പ്രധാനമായി പരാജയപ്പെടാൻ സാധ്യതയുള്ള ഒരു മന്ത്രിയായിട്ട് ഞാൻ കാണുന്നത് ധനകാര്യമന്ത്രിയായിട്ടുള്ള ശ്രീമാൻ KN ബാലഗോപാലാണ്. കൊട്ടാരക്കരയിൽ നിന്ന് മത്സരിക്കുന്ന ശ്രീമാൻ ബാലഗോപാൽ ഐഷ പോറ്റിയോട് പരാജയപ്പെടും എന്നാണ് എനിക്ക് നിരീക്ഷിക്കാനുള്ളത്. അതുപോലെ തന്നെ ബേപ്പൂരിൽ നിന്ന് മത്സരിക്കുന്ന മുഹമ്മദ് റിയാസ് കഴിഞ്ഞ തവണ 29,000 വോട്ടിന് ജയിച്ചതാണ്. അദ്ദേഹം ഇത്തവണ PV അൻവറിനോട് പരാജയപ്പെടും എന്നാണ് എനിക്ക് നിരീക്ഷിക്കാനുള്ളത്. 2-3,000 വോട്ടുകൾക്ക് പരാജയപ്പെടാനാണ് സാധ്യത. അതുപോലെ ആരോഗ്യമന്ത്രി വീണ ജോർജ്, R ബിന്ദു അവരൊക്കെ വലിയ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടാൻ പോകുന്നത്. MP രാജേഷ് തൃത്താലയിൽ VT ബൽറാമിനോട് പരാജയപ്പെടും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. P രാജീവ് കളമശ്ശേരിയിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയോട് തോൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കടന്നപ്പള്ളി രാമചന്ദ്രനും AK ശശീന്ദ്രനും ഒക്കെ വലിയ വോട്ടുകൾക്ക് അതാത് മണ്ഡലങ്ങളിൽ പരാജയപ്പെടും. കടന്നപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരിലും AK ശശീന്ദ്രൻ എലത്തൂരിലും വലിയ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടും എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. പത്തനാപുരത്ത് KP ഗണേഷ് കുമാറിൻ്റെ പരാജയവും ഇത്തവണ നമ്മൾ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പത്തനംതിട്ടയിലെ വോട്ടർമാരുടെ ആ തെറ്റ്, അവർ വരുത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റ് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ അവർ തിരുത്തും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇടുക്കിയിൽ മത്സരിക്കുന്ന റോഷി അഗസ്റ്റിനുണ്ട്. ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്നു LDF സർക്കാർ. റോഷി അഗസ്റ്റിനും റോയ് K പൗലോസ് എന്ന് പറഞ്ഞ UDF സ്ഥാനാർത്ഥിയുടെ മുന്നിൽ തോൽക്കാനുള്ള സാധ്യത വളരെ വലുതാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതുപോലെ തന്നെ മലപ്പുറത്തുനിന്ന് മത്സരിച്ചിട്ടുള്ള V അബ്ദുറഹ്മാനുണ്ട്. മലപ്പുറത്ത് ഒരു സീറ്റ് പോലും LDF-ന് കിട്ടും എന്നാരും പ്രതീക്ഷിക്കുന്നില്ല. മലപ്പുറത്തെ ഏറ്റവും ഉറച്ച സീറ്റായിട്ടുള്ള പൊന്നാനി പോലും ഇത്തവണ CPM-ന് നഷ്ടപ്പെടും എന്നുള്ളതാണ് വിലയിരുത്തൽ. മലപ്പുറത്തെ മുഴുവൻ സീറ്റുകളും തോൽക്കാനാണ് സാധ്യത. അതിൻ്റെ ഭാഗമായി മലപ്പുറത്ത് നിന്ന് മത്സരിക്കുന്ന V അബ്ദുറഹ്മാനും തോൽക്കും എന്ന് ആണ് വിലയിരുത്തപ്പെടുന്നത്. വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്ന OR കേളുവുണ്ട്. അദ്ദേഹത്തിനെയും പരാജയം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പൊതുവിൽ നിരീക്ഷിക്കപ്പെടുന്നു. പിന്നെ CPIയുടെ മന്ത്രിമാരെടുത്താൽ CPIയുടെ 4 മന്ത്രിമാർ മത്സരിക്കുന്നുണ്ട്. അതിൽ ചിഞ്ചുറാണിയുണ്ട്, K രാജനുണ്ട്, GR അനിലുണ്ട്, P പ്രസാദുണ്ട്. ചിഞ്ചുറാണി ചടയമംഗലത്ത് നിന്ന് മത്സരിക്കുന്നു, K രാജൻ ഒല്ലൂരിൽ നിന്ന് മത്സരിക്കുന്നു, DR അനിൽ നെടുമങ്ങാട് നിന്ന് മത്സരിക്കുന്നു, P പ്രസാദ് ചേർത്തലയിൽ നിന്ന് മത്സരിക്കുന്നു. ശിവൻകുട്ടിയുടെ വിജയസാധ്യതയും വളരെ കുറവാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് നേമത്ത്. അതുപോലെ തന്നെ ഏറ്റുമാനൂരിൽ മത്സരിക്കുന്ന VN വാസവൻ്റെ കാര്യവും വളരെ പരിതാപകരവും പരിങ്ങലിലുമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, CPM-ൻ്റെ മന്ത്രിമാരായിട്ടുള്ള MP രാജേഷ്, ബാലഗോപാൽ, P രാജീവ്, മുഹമ്മദ് റിയാസ്, വീണ ജോർജ്, ബിന്ദു, സജി ചെറിയാൻ, OR കേളു, ഇത്രയും പേരാണ് CPM-ൻ്റെ മത്സരിച്ചിട്ടുള്ള മന്ത്രിമാർ. ആ മന്ത്രിമാരിൽ ജയസാധ്യത ചെറിയ തോതിലെങ്കിലും ഉള്ളതായി നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്
ചെങ്ങന്നൂരിൽ മത്സരിച്ചിട്ടുള്ള സജി ചെറിയാനാണ് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. കാരണം അവിടെ BJPയുടെ വലിയ തോതിലുള്ള വോട്ട് സജി ചെറിയാൻ വാങ്ങി എന്നാണ് കേൾക്കുന്നത്. അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ആ നിലയിലുള്ള വലിയൊരു പോരാട്ടം അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. അപ്പോൾ CPMൻ്റെ മന്ത്രിമാരായി മത്സരിച്ച MP രാജേഷ്, KN ബാലഗോപാൽ, P രാജീവ്, മുഹമ്മദ് റിയാസ്, വീണ ജോർജ്, R ബിന്ദു, OR കേളു, സജി ചെറിയാൻ, 8 പേര്. ആ 8 പേരിൽ ജയസാധ്യതയുള്ള ഏക മന്ത്രി ഈ അവസാന നിമിഷത്തിൽ എൻ്റെ ഒരു വിലയിരുത്തലിൽ സജി ചെറിയാനാണ്. ചെറിയ വോട്ടുകളിൽ ജയിക്കാൻ സാധ്യതയുള്ള ഏക മന്ത്രി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ബാക്കിയുള്ള എല്ലാ മന്ത്രിമാരും പരാജയപ്പെടാനാണ് സാധ്യത എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഇനി ഇടതുപക്ഷ ഘടകകക്ഷികളിലുള്ള മത്സരിച്ച മന്ത്രിമാരായിട്ടുള്ള കടന്നപ്പള്ളി രാമചന്ദ്രൻ, AK ശശീന്ദ്രൻ, KB ഗണേഷ് കുമാർ, റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള 4 പേര്, CPI ഒഴിച്ചുള്ള ഘടകകക്ഷികളിലെ മന്ത്രിമാരായിട്ടുള്ള 4 പേരും പരാജയപ്പെടും എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. കടന്നപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരിൽ പരാജയപ്പെടും, AK ശശീന്ദ്രൻ എലത്തൂരിൽ പരാജയപ്പെടും, ഗണേഷ് കുമാർ പത്തനാപുരത്ത് പരാജയപ്പെടും, V അബ്ദുറഹ്മാൻ എനിക്ക് തോന്നുന്നത് തവനൂരിലോ താനൂരിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, അദ്ദേഹവും പരാജയപ്പെടാനാണ് സാധ്യത. സുഹൃത്തുക്കളെ, ഇനിയുള്ളത് CPIയുടെ 4 മന്ത്രിമാരാണ്. CPI 25 സീറ്റിനെ കണ്ട് മത്സരിക്കുന്നുണ്ട്. അതിൽ ജയസാധ്യത വളരെ വളരെ കുറവാണ്. CPIയുടെ മന്ത്രിമാരിൽ 4 മന്ത്രിമാർ മത്സരിച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ചിഞ്ചുറാണി ചടയമംഗലത്ത് മത്സരിച്ചു, K രാജൻ ഉല്ലൂരിൽ നിന്ന് മത്സരിച്ചു, DR അനിൽ നെടുമങ്ങാട് നിന്ന് മത്സരിച്ചു, P പ്രസാദ് ചേർത്തലയിൽ നിന്ന് മത്സരിച്ചു. സുഹൃത്തുക്കളെ, എനിക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഈ 4 മന്ത്രിമാരിൽ ഒരു പക്ഷേ 2 മന്ത്രിമാർ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതിൽ ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള CPIയുടെ മന്ത്രി എന്ന് പറയുന്നത് ചേർത്തലയിൽ നിന്ന് P പ്രസാദാണ് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. P പ്രസാദ് എന്ത് വന്നു കഴിഞ്ഞാലും ജയിക്കും എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല. 2, ചടയമംഗലത്ത് മത്സരിച്ച ചിഞ്ചുറാണിക്കും ചെറിയൊരു വിജയ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. അവിടെ തെരഞ്ഞെടുപ്പ് വലിയ തോതിൽ വർഗീയമായിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അതിൻ്റെ ഗുണഫലം LDFന് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും അതിലൂടെ ചിഞ്ചുറാണി അവിടുന്ന് ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ CPMൻ്റെ മത്സരിച്ച രാജേഷ്, ബാലഗോപാൽ, P രാജീവ്, റിയാസ്, വീണ ജോർജ്, R ബിന്ദു, സജി ചെറിയാൻ, ഈ 8 മന്ത്രിമാരിൽ ജയസാധ്യതയുള്ള ഏക മന്ത്രി സജി ചെറിയാനാണ് എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. ഘടകകക്ഷികളിൽ CPI ഒഴിച്ചുള്ള ഘടകകക്ഷികളിലെ ഒരാളും ജയിക്കാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ. മണി ഗ്രൂപ്പിൽ നിന്നുള്ള റോഷി അഗസ്റ്റിൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, AK ശശീന്ദ്രൻ, KB ഗണേഷ് കുമാർ, ഈ 4 മന്ത്രിമാരും തോൽക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൂടെ ഏതാണ്ട് 2-3 ഘടകകക്ഷികൾ, കേരള കോൺഗ്രസ്, മണി ഗ്രൂപ്പ്, കോൺഗ്രസ് എസ്, ഗണേഷ് കുമാറിൻ്റെ പാർട്ടി, പിന്നെ വേറെ എന്തോ ഒരു പാർട്ടിയാണല്ലോ ഈ ശശീന്ദ്രൻ, ആ പാർട്ടികൾ, അങ്ങനെ ഒരു 3-4 പാർട്ടികൾ ഇല്ലാതാവാനാണ് സാധ്യത. എന്നാൽ താരതമ്യേന CPIക്ക് നേട്ടമുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മത്സരിച്ച 4 മന്ത്രിമാരിൽ ഒരു പക്ഷേ 2 മന്ത്രിമാർ ജയിച്ചേക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നു. അതിലൊന്ന് P പ്രസാദും 2 ചിഞ്ചുറാണിയുമാണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് 2021 പിണറായി മന്ത്രിസഭയിൽ മത്സരിച്ച മുഴുവൻ മന്ത്രിമാരിൽ ഒരാൾ ഒഴിച്ചുള്ള ബാക്കി 20 മന്ത്രിമാരിൽ CPIയിൽ നിന്ന് 2 മന്ത്രിമാരും CPIയിൽ നിന്ന് 1 മന്ത്രിയും CPIയിൽ നിന്ന് 2 മന്ത്രിമാരും CPIയിൽ നിന്ന് CPIയിൽ നിന്ന് 2 മന്ത്രിമാരും CPIയിൽ നിന്ന് 1 മന്ത്രിയും ഉൾപ്പെടെ CPMൽ നിന്ന് സജി ചെറിയാനും CPIയിൽ നിന്ന് ചിഞ്ചുറാണിയും P പ്രസാദും ഉൾപ്പെടെ മത്സരിച്ച 20 മന്ത്രിമാരിൽ 3 മന്ത്രിമാർക്കാണ് വിജയസാധ്യത ഉള്ളത് എന്നാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് നിരീക്ഷിക്കാനുള്ളത്.